കോട്ടയത്ത് അന്തർ സംസ്ഥാന വാഹന പരിശോധനയ്ക്കിടെ കള്ളപ്പണം പിടികൂടി. എക്സൈസ് പരിശോധനയ്ക്കിടെ ആന്ധ്ര സ്വദേശികളിൽ നിന്ന് 72 ലക്ഷം രൂപയാണ് പിടികൂടിയത്. പ്രതികളെ ആദായ നികുതി വകുപ്പിന് കൈമാറി. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പരിശോധന? ആരാണ് പിടിയിലായത്? അമൃത, ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി എക്സൈസ് അന്തർ സംസ്ഥാന ബസ്സുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇത്തരമൊരു പരിശോധന കോട്ടയം കുറവിലങ്ങാട് നടത്തി. ഇങ്ങനെയുള്ളൊരു പരിശോധനയ്ക്കിടയിലാണ് കള്ളപ്പണം പിടികൂടിയിരിക്കുന്നത്. ആന്ധ്ര സ്വദേശികളായ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. 72 ലക്ഷം രൂപയാണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയത്. രാജൻപേട്ട ഷഹർഷാ വാലി എന്ന 25 വയസ്സുള്ള ആളും ഷെയ്ഖ് ജാഫർ വാലി എന്നുള്ള 59 വയസ്സുകാരനുമാണ് പിടിയിലായിരിക്കുന്നത്. ഇവരുടെ ബാഗിനുള്ളിലും അതുപോലെ ഇവർ ധരിച്ചിരുന്ന ജാക്കറ്റിനുള്ളിൽ നിന്നുമാണ് 72 ലക്ഷം രൂപ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പണം എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം പ്രതികളെ ആദായ നികുതി വകുപ്പിന് കൈമാറിയതായി എക്സൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് ആദായ നികുതി വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും പത്തനാപുരത്തേക്ക് പോകുന്ന അന്തർ സംസ്ഥാന ബസ്സിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്. കോട്ടയത്തേക്കായിരുന്നു ഓൺലൈൻ ടിക്കറ്റ് എടുത്തിരുന്നത്. അത്തരത്തിലൊരു സംശയങ്ങളൊന്നും നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല. ലഹരി പരിശോധനയുടെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ കള്ളപ്പണം പിടികൂടിയത്. അമൃത.